ഹലോ അസ്സലാമു വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളം വെച്ചിട്ടൊരു സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതിന് ഓൾ ഓപ്ഷൻ കൊടുക്കട്ടെ. അതിന് മാത്രമേ ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന കഞ്ഞിവെള്ളം ഒന്നും ആരും കളയേണ്ട ആവശ്യമില്ല. നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അധികം കൊഴുപ്പില്ലാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാൻ കേട്ടോ. ഇതുപോലെ ലൂസായിട്ടുള്ള വെള്ളം വേണം എടുക്കാൻ. കൊഴുപ്പായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കറി കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കട്ടിയിലായിരിക്കും. അപ്പോൾ ഇതുപോലെ ലൂസായിട്ട് എപ്പോഴും ഇരിക്കണമെങ്കിൽ അധികം കൊഴുപ്പില്ലാത്ത കഞ്ഞിവെള്ളം തന്നെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ മട്ടരിയുടെ റൈസാണ് വയ്ക്കാറ്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കളറ്. നിങ്ങൾ ഏത് അരി എടുത്താലും കുഴപ്പമില്ല, കഞ്ഞിവെള്ളം എടുത്താൽ മതി. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മൺചട്ടിയിലാണ് ഇട്ട് വെക്കുന്നത്. ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ചുവന്നെണ്ണ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ചുവന്നെണ്ണ അറിയാമല്ലോ നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഞാനൊരു 10 ചുവന്നെണ്ണ എടുത്തിട്ടുണ്ടാവും. അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ കറികൾക്കൊക്കെ തൂമിച്ച് കൊടുക്കുന്ന പോലെ തന്നെ ആക്കിയെടുക്കുക. ഇപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ഇതുപോലെ മൂത്ത് വരുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് എടുക്കുക. ഒരു 4 എടുത്താലും കുഴപ്പമില്ല. എരിവുള്ളതൊക്കെ ആണെങ്കിൽ, എരിവ് കുറവ് ഇഷ്ടമാണെങ്കിൽ 2 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. വീട്ടിൽ ഇപ്പോൾ ടൈം ഇല്ലെങ്കിലോ സുഖമില്ലാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതിന് കൂടെ ഇറച്ചിയോ മീനുകളൊന്നും വേണമെന്നില്ല. അതിനേക്കാളും ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ ഒരു കറി കൂട്ടി ചോറ് കഴിക്കുമ്പോൾ കേട്ടോ. ഒരു പപ്പടും ഈ ഒരു കറി മാത്രം ഉണ്ടാകാൻ മതി. അല്ലെങ്കിൽ ഉണക്കൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉണക്കലൊക്കെ എടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. ഇനി ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ലൂസായിട്ടുള്ള വെള്ളം തന്നെ എടുക്കുക കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടാവും, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൽ ഈ കഞ്ഞിവെള്ളം മാത്രം മതി. നമുക്ക് എടുത്തിങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കഞ്ഞിവെള്ളം അങ്ങനെ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഈ കറിയുടെ കൂടെ ഇറച്ചി മീനൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് നിങ്ങൾ ഈ കറി മാത്രമേ എടുക്കുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ചീരയുടെ ഇലയാണ് കേട്ടോ. ചീരയുടെ ഇല ഒരു ചെറിയൊരു കെട്ട് ഇലയാണ്. അത് കട്ട് ചെയ്തിട്ട് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ നമ്മളെ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ വരെ ചീരയുടെ ഇല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങയുടെ ഇല അതുപോലെ മത്തൻ്റെ ഇലയൊക്കെ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ് ഇലകളൊക്കെ. കഞ്ഞിവെള്ളം എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഒരു പണിയില്ല ഈ ഒരു കറി ഉണ്ടാക്കാൻ. വേറെ മീനോ ഇറച്ചിയോ കിട്ടാത്ത ദിവസങ്ങളാണെങ്കിൽ ഇതുപോലത്തെ ഒരു കറി മാത്രം മതിയിട്ട് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നിങ്ങൾ എന്തായാലും തീരെ കഴിക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുള്ളൂ. പണി എളുപ്പമാണ്. അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസും ഇല്ല, വീട്ടിലെപ്പോഴും ഉള്ളത് തന്നെ. ഇനി നമ്മൾ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഇല വേവാനുള്ള ടൈം മാത്രം മതി കേട്ടോ. ഇല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അതൊന്ന് തിളച്ച് വീഴുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൽ ഒരുപാടിട്ട് അങ്ങോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ആ വിറ്റാമിനൊക്കെ കൊണ്ട് പൂട്ടും. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. അപ്പോൾ കഞ്ഞിവെള്ളം ആണെങ്കിലും അതുപോലെ തന്നെ ചീരയാണെങ്കിലും ഏത് ഇലവർഗ്ഗങ്ങളാണെങ്കിലും നമ്മളെ ശരീരത്തിന് ഒരുപാട് ദഹനത്തിനാണെങ്കിലും എല്ലാത്തിനും നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇപ്പോൾ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ചീരയും നല്ല ഹെൽത്തിയാണ്. ചീര നിങ്ങളുടെ കയ്യിലെങ്കിൽ മത്തൻ്റെ ഇല മുരിങ്ങയുടെ ഇല എന്താ നിങ്ങൾക്ക് ഇലകൾ കിട്ടിച്ചാൽ ആ ഇല വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് ഇലയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇനിയിപ്പോൾ ലാസ്റ്റ് ഓഫ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കാം കേട്ടോ. നമ്മൾ ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുത്താണ്. കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ചീര താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, അതുപോലെ ടേസ്റ്റുമാണ്. ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഇൻഗ്രീഡിയൻസൊക്കെയാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. ഇനി കഞ്ഞിവെള്ളം കളയണ്ട, ഇതുപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് കറി ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.